അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉമ്മാൻ്റെ കൂടെ ഗൾഫിൽ പോകാനുള്ള അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും അതിൻ്റെ നോമ്പ് തുറയും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ അത്താഴത്തിൻ്റെ വിശേഷങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. പിന്നില്ലേ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മളിവിടെ ദുബായിൽ എത്തിയിട്ടുണ്ട്. ഞാനിതാ രാവിലെ അത്താഴം കാര്യങ്ങളെല്ലാം കഴിച്ച് പുറത്ത് വരാൻ നല്ല അടിപൊളി വ്യൂ കണ്ടുവരും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ, നല്ല തണുപ്പെല്ലാം ഒന്ന്. ഞാനിത് ആ ബാൽക്കണിയിൽ നിന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ നിൽക്കും കൂടി ഷെയർ ആക്കിയതാണ്. പിന്നെന്താ ഇവിടെ എത്തിയിട്ടും കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിന്. ഇവിടെ എത്തിയിട്ട് ഇപ്പം 2 ദിവസമായി. പിന്നെന്താ റൂമിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിലെല്ലാം ഷെയർ ആക്കാം കേട്ടോ. പ്രാവശ്യത്തിൽ ഉമ്മാൻ്റെ കൂടെയാണ് നമ്മൾ ദുബായിൽ പോകുന്നത്. അപ്പം എന്താ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മക്കളെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ ഡ്രസ്സ് എടുത്ത് വെക്കണം. ഇപ്രാവശ്യം ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കുന്നൊന്നുമില്ല. കൊണ്ടുപോകാനായിട്ട് മുളക് പൊടി പത്തിൻ്റെ പൊടി അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഡ്രസ്സ് മാത്രമൊന്നും എടുക്കുന്നത്. കുറച്ചധികം ഡ്രസ്സ് ഉണ്ട്. കുറച്ച് ദിവസം നമ്മളവിടെ ഉണ്ടാവും. പിന്നെന്താ ഇപ്പം എന്താ നോമ്പിൻ്റെ ടൈം പെട്ടെന്ന് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിക്ക് എനിക്ക് പെട്ടെന്ന് പോകേണ്ട വന്നിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പോകുന്നതുകൊണ്ട് തന്നെ ഞാനും മക്കൾക്ക് വെക്കേഷൻ്റെ ടൈമല്ലേ, അപ്പോൾ ഒരെയും കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പോലാണ്. അപ്പോൾ ഇതാ എല്ലാ പാക്കിങ്ങും കഴിഞ്ഞ് ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഇന്നാണെങ്കിൽ കുറേ പണിയുണ്ട്. ഉമ്മ ഇപ്പുറത്തുനിന്നില്ലേ ബീഫ് കറിക്ക് വേണ്ടിക്കുള്ള ഉള്ളിയും തക്കാളിയെല്ലാം കട്ടാക്കിയിട്ടുണ്ട്. ഇപ്പം തിരക്കലുള്ള ടൈമാകുമ്പം പ്രത്യേകിച്ച് നോമ്പെല്ലാം ആകുമ്പില്ലേ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം തൊലിയാളയാന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസമില്ല കാര്യമല്ലേ. അപ്പം ഇതാ ഞാനില്ലേ ഈ ഒരു മോംസ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ ഇത് വാങ്ങിയിട്ടുണ്ടായിന്. സാധാരണ ഞാനില്ലേ ഒരിക്കലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പുറത്തുനിന്ന് വാങ്ങലില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല അതിൻ്റെ സ്മെല്ല്. കാര്യം നമ്മൾ ഫ്രഷ് ആയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒരിക്കലും എനിക്ക് കറിയിൽ പുറത്തുനിന്ന് വാങ്ങുന്നതിൽ കിട്ടില്ല. പക്ഷേ ഇത് വാങ്ങിയേരം കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. പ്രിസർവേറ്റീവായിട്ട് ആകെ ആഡ് ചെയ്യുന്നത് ഓയിലും ഉപ്പും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രഷ്നെസ് പോയിട്ടേ ഇല്ല കേട്ടോ. ഞാനിപ്പില്ലേ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. ബീഫ് കറി നെയ്പ്പത്തിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനായിട്ടില്ലേ 2 ഉള്ളിയും 3 തക്കാളിയും പച്ചമുളകെല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് പിന്നെ ആ ഒരു പണിയില്ല. ഇഞ്ചി വെളുത്തുള്ളിയും തൊലിച്ചെടുക്കുമ്പോൾ തന്നെ കുറച്ച് ടൈം അധികമാവില്ലേ. ഇതൊന്ന് വാങ്ങിയിട്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാലില്ലേ നമുക്ക് എന്ത് കറിയാലും സ്നാക്കായാലും ഉണ്ടാക്കുമ്പം അത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വേണമെന്നുണ്ടെങ്കിൽ കറികളിലെല്ലാം ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വേണം. ഇപ്പോൾ സ്നാക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ അത്ര ഒന്നും വേണ്ട, കുറച്ച് മാത്രം മതിയില്ലേ. കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. നമുക്ക് വിശ്വസിച്ചിട്ട് യൂസ് ചെയ്യാനും പറ്റും. കാര്യം പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞാനിപ്പോൾ ഇതിലേക്കില്ലേ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളി ജസ്റ്റ് ഫ്രൈ ആക്കുന്നെങ്കിൽ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. കുറച്ച് ഉള്ളി ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ഉള്ളി 2 തക്കാളി പച്ചമുളക് പിന്നെ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്തിട്ട് എന്താ പറയുക ബീഫ് ആഡ് ചെയ്തിട്ട് കുക്കർ 8 വിസിൽ വരെ വേവിച്ചിട്ടില്ലേ നമുക്കിത് വരട്ടിയെടുക്കാം കുറച്ച് ഓയിലിൽ. പക്ഷേ ഞാനിപ്പം എല്ലാം വഴറ്റിയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ചട്ടിയിലിട്ടിട്ട് വരട്ടേണ്ട ആവശ്യമൊന്നും വരില്ല. ഞാനിപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഇതെല്ലാം റോസ് സ്മെല്ല് മാറിയ ശേഷമില്ലേ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കുരുമുളക് ക്രഷ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കഴുകി വെച്ച ബീഫും കൂടി 1 കിലോ ബീഫിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. അപ്പം ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ടില്ലേ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഞാനിതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് തന്നെ വെള്ളം ഇറങ്ങി വരും. നിങ്ങൾക്കിപ്പോൾ ലൂസായിട്ടുള്ള ബീഫ് കറിയാ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം നമുക്ക് ബീഫിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം 8 വിസിൽ വരെ ബീഫ് വേവിപ്പിക്കുക. പിന്നെ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇവർ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചേരും. അവരെ കോൺടാക്ട് ചെയ്താൽ മതി.
നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാനും പറ്റും. പിന്നെ നോമ്പിനെല്ലാം ആകുമ്പം പ്രത്യേകിച്ച് നമ്മളെ പണി കുറേ ചുരുങ്ങും കേട്ടോ. ഇങ്ങനെ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം നമുക്ക് ബോട്ടിലിൽ ഉണ്ടെങ്കിൽ എന്തുണ്ടാക്കാൻ വിചാരിക്കുമ്പോൾ, എന്ത് സ്നാക്ക് ഉണ്ടാക്കാൻ വിചാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കുമ്പം ഇഞ്ചി വെളുത്തുള്ളി തൊലിക്കണമല്ലോ എന്ന് ചിന്തിക്കുമ്പം ഭയങ്കര പ്രയാസമല്ലേ. ഇതാകുമ്പം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, പ്രിസർവേറ്റീവ്സും ഇല്ല, നമുക്ക് എന്താ പറയുക സുരക്ഷിതമായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ പിന്നെ ഉമ്മ ഇതിൻ്റെ ഇടയിലില്ലേ നെയ്പ്പത്തിരിനെല്ലാം കുഴച്ചിട്ടുണ്ട്. ഞാനതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാനപ്പുറം എന്താ പറയുക പെട്ടി പാക്കിങ്ങിലും കാര്യങ്ങളിലെല്ലാം ഉണ്ടായേ. പിന്നെ ജസ്റ്റ് ഇതാ ഉമ്മ നിസ്കരിക്കാൻ പോയാലും ഞാൻ എന്താ പറയുക നെയ്പ്പത്തിരി ചുട്ടെടുക്കലാണ്. നെയ്പ്പത്തിരിൻ്റെ എല്ലാ റെസിപ്പി വീഡിയോ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിന്. പച്ചരി പുതിർത്തിയിട്ട് അരച്ചിട്ട് പത്തിരിപ്പൊടി കൂട്ടിയിട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ പുഴുങ്ങലരി ചോറിൻ്റെ അരിയും പച്ചരിയും കുതിർത്തിയിട്ട് അരച്ചിട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അരിയും മാത്രം ചെയ്യാം. അങ്ങനെ ഞാൻ ഒരുപാട് റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ നെയ്പ്പത്തിരി റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നില്ലേ കുനാഫ ഡോ ഉണ്ട് ഫ്രിഡ്ജിൽ. ഞാൻ നോമ്പിൻ്റെ ടൈമിൽ നമ്മൾ ഗൾഫിൽ പോകുന്നു വിചാരിച്ചിട്ടൊന്നുമില്ല, പെട്ടെന്ന് എടുത്ത തീരുമാനമൊന്ന്. കാര്യം അതിലൊരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് എനിക്ക് പോകേണ്ട വന്നിട്ടുണ്ടായിന്. അപ്പം ഞാൻ നോമ്പ് വന്നേരം ഫുൾ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിന് നോമ്പിന് മുമ്പേ. അപ്പോൾ കുനാഫ ഡോയും അങ്ങനെ വാങ്ങിയതാണ്. അപ്പം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആരും യൂസ് ചെയ്യൂല. ഇക്കാക്കാണെങ്കിൽ ഒരു 5-10 ദിവസം കഴിഞ്ഞാൽ ഇക്കാക്കും വരാനുണ്ട്, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് തന്നെയാണ്. അപ്പം വേഗം ഇത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കട്ടാക്കുന്നുണ്ട്, അപ്പുറം കൊടുക്കാമല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട് മൊത്തത്തിൽ കട്ടാക്കി എടുക്കലാണ് കേട്ടോ. സാധാരണ കുനാഫ ഡോ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് 3-4 പ്രാവശ്യം എത്തും. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ എടുക്കലാണ്. പിന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനും പറ്റും തോന്നുന്നു, എനിക്കറിയില്ല. എന്നാലും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബട്ടർ എന്തോ ഭാഗ്യത്തിന് വലുത് തന്നെ ഉണ്ടായിട്ടുണ്ടായിനി. അപ്പം അത് ഞാൻ മെൽറ്റാക്കി എന്താ പറയുക ഓവനിൽ വെച്ചിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാത്തിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. പിന്നെ കുനാഫാൻ്റെ റെസിപ്പിയും ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനില്ലേ ബട്ടർ മൊത്തത്തിൽ എല്ലാം കട്ടാക്കിയിട്ട് ബട്ടർ മൊത്തത്തിൽ കുഴച്ചെടുക്കലാണ്. കുനാഫ ഡോയിൽ നമുക്ക് എന്താ പറയുക ഫ്രീസറിൽ നിന്ന് കുറച്ച് മുന്നേ എടുത്ത് വെക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് മുന്നേ എടുത്ത് വെക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്നതില്ലേ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ. അന്നത്തെ ദിവസം തന്നെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ ഒരുക്കാനുണ്ട്. 9:30 ആകുമ്പം ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. എപ്പോഴും 1 മണിക്കൂർ മുന്നേ ഇറങ്ങണമെന്ന് പറയലുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഞാനില്ലേ ഒരു പാക്കറ്റ് പാല്, കുറച്ച് ബട്ടറും ഒരു 2 ടേബിൾ സ്പൂണെല്ലാം കോൺഫ്ലോറും കൂടി മിക്സ് ആക്കിയിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. കുറുക്കിയെടുക്കുന്നതെല്ലാം എല്ലാവർക്കും അറിയില്ലേ, ആ ഒരു ക്രീമാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് കോൺഫ്ലോറും കൂടി നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് കോൺഫ്ലോറും കൂടി എടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം, മിക്സാക്കി എടുക്കുക. കോൺഫ്ലോറോ മൈദോ ഏതായാലും പ്രശ്നമില്ല. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രീം ചീസും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക ഓവനിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. ആ പാനിലല്ല ചെയ്തെടുക്കുന്നത്. ഞാൻ പാനിൽ ചെയ്യുന്നതാണ് കാണിച്ചിട്ടുണ്ടായിനി. ഇർഫാന ഷംഷീർ കുനാഫ റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് ഞാനിപ്പം ഓവനിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട്, പെട്ടെന്ന് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ കുനാഫ. അങ്ങനെ ഇനിയിപ്പോൾ ക്രീമും കൂടി അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ക്രീമാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ടായിനി. കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുകയും ചെയ്യും. അങ്ങനെ ഇനിയിപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കലാണ്. ഇതിപ്പം ഒരു പാക്കറ്റ് ഫുൾ കുനാഫക്ക് 1/2 ലിറ്റർ പാല് കറക്റ്റ് അളവാണ് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ ഇട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, നമ്മൾ ഇട്ട് കൊടുക്കില്ല. കാര്യം ലാസ്റ്റ് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഇനിയിപ്പോൾ എല്ലാം കൂടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തെടുക്കലാണ്. ഇന്നാണെങ്കിൽ കാര്യമായിട്ട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാര്യം നമ്മളിന്ന് പോകുന്ന ദിവസമല്ലേ. അപ്പോൾ എല്ലാം കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ടൈം പോകാൻ കഴിയില്ല. കാര്യം കിച്ചണും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. എല്ലാം എടുത്ത് വെച്ച് കബോർഡും കാര്യങ്ങളെല്ലാം നീറ്റാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാലാണ് ഒരു സമാധാനം ഉണ്ടാവുക. അങ്ങനെ എല്ലാം ക്ലീൻ ആക്കാനുമുണ്ട്. അപ്പം വിചാരിച്ചു വേഗം കുനാഫ് ഉണ്ടാക്കാം. ഉമ്മിപ്പുറത്തുനിന്ന് നെയ്പ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്, ബീഫ് കറി, പിന്നെ ജ്യൂസും കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ നോമ്പ് തുറ ഉണ്ടായിട്ടുണ്ടായിനി. പിന്നെ സ്ലൈസ്ഡ് ചീസ്, അങ്ങനെ എന്താ പറയുക
ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഫ്രിഡ്ജിലുണ്ട്. നമ്മൾ ഏതായാലും പോകുന്നതല്ലേ, അപ്പം ഞാൻ ചീസും കൂടി അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം ഞാനില്ലേ നോമ്പിൻ്റെ ടൈം റെസിപ്പിയും കാര്യങ്ങളെല്ലാം ചെയ്യുക അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. നമ്മൾ ഒട്ടും വിചാരിച്ചിട്ടേ ഇല്ല ഇപ്രാവശ്യം ദുബായ് പോകണോ, അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല, പെട്ടെന്നെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കാക്കും വരാനുണ്ട്. അപ്പം എന്താ പറയുക, ബാക്കിയുള്ള സാധനമെല്ലാം കുറച്ചെല്ലാം കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പുറമെല്ലാം ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ആരും അധികം ഉണ്ടാക്കാൻ അറിയാത്തവരായിരിക്കും കുറേ ആൾക്കാർ. നമ്മളതാണെങ്കിൽ ഒരു നാടൻ പ്രദേശമാണ്. അപ്പം ഞാൻ വിചാരിച്ചു വേഗം ഉണ്ടാക്കിയിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ളായിട്ട് നമുക്ക് വേണ്ട, കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, ഒരു പാക്കറ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ ഇനിയിപ്പോൾ ഞാനില്ലേ വത്തക്കയും കൂടി ഈ പ്രാവശ്യം റൂ ഹബ്സിയാണ്. ഉമ്മ പറഞ്ഞ് റൂ ഹബ്സ് ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റൂ ഹബ്സിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ആണെങ്കിൽ റൂ ഹബ്സിൻ്റെ ഡ്രിങ്ക് ഇപ്പം ആർക്കും അധികം ഇഷ്ടമല്ല. ഉമ്മക്ക് പിന്നെ നോമ്പെടുത്തിട്ട് ഉമ്മാർ റൂ ഹബ്സ ഉണ്ടാക്കിക്കോന്നു. മക്കളാണെങ്കിൽ റൂ ഹബ്സ വേണ്ടാന്നാന്ന് പറയല്ലേ. ഇക്കാക്ക് ഇപ്പോൾ ഇഷ്ടം കുറവ് തന്നെയാണ്. അങ്ങനെ എന്നിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് പപ്പായ ജ്യൂസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കട്ടാക്കി എടുക്കലാണ്. നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മക്കൾക്കൊന്നും ഇപ്പോൾ ഇഷ്ടം കുറവാണ്. അങ്ങനെ എന്താണെന്നറിയില്ല, ഒക്കെയും പറയും വേണ്ടാന്ന് തന്നെയാന്ന് പറയില്ല. കാരണം കുറേ കാലം നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനോടൊരു ഇഷ്ടക്കുറവുണ്ടാവില്ലേ. അങ്ങനെ കുറച്ച് വത്ത ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല റെഡ് കളറിലെ വത്തക്കയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനില്ലേ കുറച്ച് പാലും കൂടി ഒഴിച്ച് റൂ ഹബ്സ് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷത്തെ നോമ്പിന് വാങ്ങിയതാണ്, ഇപ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുത്ത് കുറച്ച് ഐസ് ക്യൂബ്സും വേണമെന്നുണ്ടെങ്കിലേ നമുക്ക് കസ്കസില്ലേ അത് ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല, അതോടെ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഇപ്പുറത്തുനിന്ന് എന്താ പറയുക, ഉപ്പ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിനി, പപ്പായ ജ്യൂസ്. ഞാനിതാ ഒഴിച്ചു കൊടുക്കലാണ്. കിച്ചണിൽ എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഈ ഒരു ടൈമിൽ കിച്ചണിലെല്ലാം നോമ്പ് തുറക്കാനായ ടൈമിൽ കിച്ചണിലെല്ലാവരും ഉണ്ടാവും. ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നല്ല തിരക്കായിരിക്കും. ഞാൻ ജസ്റ്റ് എൻ്റെ ഭാഗങ്ങൾ മാത്രം ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാത്തതാണ്. എന്നോട് ചോദിക്കലുണ്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യലില്ലേ, മക്കളെ ഹെൽപ്പ് ചെയ്യലില്ലേ. ഈ ലാസ്റ്റ് നോമ്പ് തുറൻ്റെ ടൈം എല്ലാവരും ഒത്തുകൂടിയിട്ട് തന്നെയാണ് എല്ലാം എടുത്തു വെക്കല്. ഞാനാണെങ്കിൽ സ്പീഡിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ അപ്പോൾ ഇതാ നമ്മുടെ കുനാഫ ഞാൻ ഓവളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിനി. പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിനി. റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല, റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തോ. പിന്നെ ഇതാ ഞാൻ ഷുഗർ സിറപ്പും കൂടി ഒഴിച്ച് കൊടുക്കലാണ്. ഈ ടൈം ആകുമ്പോൾ തന്നെ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ടൈമായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സ്പീഡിൽ എല്ലാം ചെയ്തിട്ട് ഞാൻ ആദ്യം വിചാരിച്ച അപ്പുറമെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാമെന്നാണ്. പക്ഷേ ഇല്ലേ ബാങ്കിന് ടൈമായി. ഇനിയിപ്പോൾ എല്ലാം എടുത്തു വെച്ചിട്ട് ബാങ്കെല്ലാം കഴിഞ്ഞ് നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി. കുനാഫ ഉണ്ടെങ്കിൽ പിന്നെ വേറെ സ്നാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയല്ലേ. പിന്നെ ബീഫും നെയ്പത്തിരിയും വേറെ തന്നെ അടിപൊളിയല്ലേ. അങ്ങനെ അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടി നോമ്പെല്ലാം തുറന്ന് ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് നെയ്പത്തിരിയും കൂടി കാണിക്കാം. നെയ്പത്തിരിയിൽ നമ്മൾ പച്ചരി മാത്രം കൂട്ടിയിട്ട് അരിപ്പൊടിയും കൂട്ടിയിട്ട് ചെയ്യുമ്പം കുറച്ച് ഹാർഡായിട്ട് കിട്ടും. ഹാർഡായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, എന്നാലും നല്ല സോഫ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. പിന്നെ ചോറിൻ്റെ അരിയില്ലേ, പൊന്നി അരി അങ്ങനത്തെ അരി ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ ആ ഒരു മീഡിയം സോഫ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പൊന്നി അരി എന്താ പറയുക, പൊന്നി അരി തന്നെ വേണമെന്നില്ല, നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ഏത് അരിയോ ആയാലും പ്രശ്നമില്ല. പിന്നെന്താ പച്ചരിയും രണ്ടും കൂടി ഒരേ അളവിലെടുത്തിട്ട് കുതിർത്തിയിട്ട് അരച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നല്ല തിരക്കിലാണ് അന്നത്തെ ദിവസം ഉണ്ടായിന്. എല്ലാവരും ഡ്രസ്സെല്ലാം ചെയ്ത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ പോലാണ്. ക്യൂപ്പിയും ഇപ്രാവശ്യം വരുന്നില്ല കേട്ടോ. ക്യൂപ്പിയും കുറച്ച് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കഴിഞ്ഞാലേ വരും. ഇക്കാക്ക് എന്താ പറയുക, നാട്ടിൽ കുറച്ച് ബിസിനസ്സിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ ഉപ്പാക്കും കുറച്ച് നാട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രണ്ടാളും ഒരുമിച്ചുണ്ടാവും അവിടെ. ഇൻഷാ അല്ലാ അവർ ഒരു 15 ദിവസം കഴിഞ്ഞാൽ വരും. പിന്നെന്താ ഇനിയിപ്പോൾ ഇതാ നമ്മളിൽ പോലാന്ന് എന്താ പറയുക, ബ്രദറിൻ്റെ ഇരുപത്തേക്കാണ് കേട്ടോ പോകുന്നത്. ബ്രദർ ഉണ്ടാവും അവിടെ. പിന്നെ അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിന്. ആ റൂമിൻ്റെ വിശേഷങ്ങളും പുതിയ റൂം എടുത്തിട്ടുണ്ടായിനെ, അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ പറയാം കേട്ടോ. പുതിയ റൂം എടുത്ത് പിന്നെ അതെല്ലാം മാറേണ്ട വന്ന്, പിന്നെ ഇൻഷാ അല്ലാ ഇന്നിപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. ആ ഒരു ടൈമിൽ നമ്മൾ പുതിയ വേറൊരു റൂമിലേക്ക് വീണ്ടും മാറും.
അതിൻ്റെ വിശേഷമെല്ലാം ഞാൻ പറയാം. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരുപാട് ഐറ്റംസ് എടുക്കാം, സാധനങ്ങൾ എടുക്കാൻ പറ്റും കേട്ടോ. എന്നാലും വെയിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യം ഡ്രസ്സ് മാത്രമല്ല എടുത്തിട്ടുണ്ടായിന്, എല്ലാ ലഗേജിൽ തന്നെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ലഗേജും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ എല്ലാം ലഗേജിൽ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിന്. കൂടുതൽ സാധനമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം ഫ്രീ ആയിട്ട് നല്ല സുഖമായിട്ടുള്ള യാത്രയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു മാഷാ അല്ലാ. കാര്യം കണ്ണൂർ പിന്നെ വേറെ ഓപ്ഷനൊന്നും ഇല്ല, ഈ ഒരു എക്സ്പ്രസ്സും ഇൻഡിക്കോയും കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ഇൻഡിക്കോയിലാണ് പോയിട്ടുണ്ടായിന്. ഇപ്പം ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി പിന്നെന്താ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറലാണ്. ताकि हम समय पर उड़ान भर सके. धन्यवाद. Request your attention please. All flights are not under the seat in front. अपनी सीट वगैरह चल रही है. कृपया अपनी सीट पर ഇതാ നമ്മളിൽ അബുദാബി എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അബുദാബിയിലേക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായിന്. ബ്രദറാണ് കേട്ടോ കൂട്ടാൻ വന്നിട്ടുള്ളത്. പിന്നെന്താ, നാട്ടിലാണെങ്കിൽ നല്ല ചൂടല്ലേ, ഇവിടെ വന്നേരം നല്ലൊരു ക്ലൈമറ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. അധികം തണുപ്പുമില്ല, എന്നാൽ നല്ല ചൂടുമില്ല. നോമ്പെല്ലാം നോക്കാൻ പറ്റിയ ക്ലൈമറ്റാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമ്മളൊരു ഗ്യാസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് എന്താ പറയുക, ജ്യൂസും ലബനും പിന്നെന്താ കുറച്ച് എന്തെങ്കിലും സ്നാക്കും കാര്യങ്ങളെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. സമയം ഏകദേശം ഒരു 10 മിനിറ്റ് എങ്ങാനും ഇല്ലും കേട്ടോ ബാങ്ക് കൊടുക്കാൻ വേണ്ടിക്ക്. നമ്മൾ സ്പീഡിൽ എല്ലാ ഐറ്റംസും അങ്ങനെ എടുത്തിട്ട് തായം കഴിക്കലാണ് കേട്ടോ. പിന്നെ നമ്മൾ റൂമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ പറയാം. ഞാൻ രാവിലെ കാണിച്ച റൂം ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയ റൂമിലേക്ക് ഇൻഷാല്ല ഇന്ന് നമ്മൾ മാറും. വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. റമദാൻ വിശേഷങ്ങളും കാര്യങ്ങളും സ്നാക്സും എല്ലാം ആയിട്ട് വരാം കേട്ടോ.
ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും. ബൈ.